എടാ എന്തിനാടാ പെണ്ണുണ്ടായാലും ജീവിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് പെണ്ണ് വേണ്ട. എടാ എന്നെ അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അറം പറ്റിപ്പോയ പോലെ ആയിപ്പോലോ. ഒരു കോമഡിക്ക് വേണ്ടി പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ലൈഫിൽ മൊത്തം റീൽസും കോമഡിയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇത്രയും നന്നായിട്ട് ജീവിച്ച ഒരു രണ്ട് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചവരില്ലേ. പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് നമ്മൾ പറഞ്ഞാലും പക്ഷെ ഇതൊക്കെ എങ്ങനെ സാധിച്ചുല്ലേ? നമ്മളെ ലൈഫിലേക്ക് മൂന്നാമതൊരാൾ കയറി വന്നാൽ, നമ്മളെ ദാമ്പത്യ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ കയറി വന്നാൽ 100% ഉറപ്പിച്ചോ നമ്മളെ ലൈഫ് തകർന്നു. അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ. അദ്ദേഹത്തിന് എന്തിന്റെ കുറവാകില്ലെന്നുള്ളതല്ലേ? പണത്തിനോ അല്ലെങ്കിൽ നല്ല വീടോ നല്ല കാറ് എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. പക്ഷെ എന്നിട്ടും ആ കുട്ടി ആ മനുഷ്യനെ ഉപേക്ഷിച്ച് പോണമെങ്കിൽ അവർക്കിടയിൽ എന്തോ ചേർച്ച കുറവുകൾ ഉണ്ടാവാം. പക്ഷെ ഒരു കാര്യം ചെയ്യാമായിരുന്നു, നല്ല രീതിയിൽ ഡൈവേഴ്സ് ഒക്കെ ആയിട്ട് പോവുകയാണ് ആ മനുഷ്യൻ അതിന് തയ്യാറെടുക്കുമായിരുന്നു. പക്ഷെ കൂടത്തിൽ ഒന്നിച്ച് കട്ടയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ എനിക്ക് തോന്നുന്നത് പഠിച്ച കള്ളികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഒരു ഭാവമാറ്റം പോലും അവളെ മുഖത്ത് പോലും ഇല്ല. ഒരു റീൽസിൽ പോലും നോക്കി നോക്കി എത്ര നന്നായിട്ടാണ് ആ മനുഷ്യനെ പറ്റിച്ചെന്നൊന്ന് ചിന്തിച്ചു നോക്കിട്ടോ. ആ മനസ്സ് വിങ്ങി പൊട്ടുന്നുണ്ടാവും. ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഉറക്കത്തിൽ പോലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഇറങ്ങിപ്പോകുമെന്ന്. നമ്മളെല്ലാം നിത്യവും ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഒരു വാക്കാണ് പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന്. പക്ഷെ ഇതുപോലെയുള്ള ചില അവൾമാര് പണവൊന്നുമല്ല, ഇതിനൊക്കെ പറയേണ്ട വാക്ക് വേറെയാണ്. ശരിക്കും നമ്മൾ ഇതിനൊന്നും കൈകടത്തേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും ഇത് കാണുമ്പോൾ രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. നല്ല രീതിയിൽ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകായിരുന്നു നമുക്ക്. ഇത് എന്താ പറയാ, സത്യം ഈ വാർത്ത കേൾക്കുമ്പോൾ ആദ്യം വിചാരിച്ച ഇതൊക്കെ ആക്ടിങ് ആവണേ എന്നായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഡ്രൈവർ 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 എന്ന് എടുത്തു പറയുന്നുണ്ട്. ഡ്രൈവർമാർ നല്ല പൊന്നുപോലെ കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അതും മനസ്സിലായിക്കോ. പിന്നെ നിനക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് മറ്റൊരാളുടെ ലൈഫ് കൂടി നശിപ്പിച്ചുകൊണ്ട് ആവരുതായിരുന്നു. അത് മാത്രമേ എനിക്ക് ഇതിൽ പറയാനുള്ളൂ. മോളെ, നീ എഴുതി വെച്ചോ, ഇതിനൊക്കെ കണക്ക് ദൈവത്തോട് പറയേണ്ടി വരും. കാരണം ഒരു മനുഷ്യന്റെ കണ്ണുനീര് എന്ന് പറയുന്നത് അതിന് കണക്ക് പറയേണ്ട ഒരു ദിവസം വരും ഈ ഭൂമിയിൽ. ആ മനുഷ്യൻ വിങ്ങി പൊട്ടുന്നുണ്ടാവും ദിവസങ്ങളിൽ. പക്ഷെ എന്നിട്ടും പറയുന്നത് എന്താണെന്നറിയോ? അവളെ കുറ്റം പറയണ്ടെന്ന്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളെ നീ പറഞ്ഞു എങ്ങനെ അദ്ദേഹത്തിന് വേറെ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് എന്ന്. വേറെ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് വലിപ്പിക്കാൻ എളുപ്പമാണല്ലോ. കാരണം ഇങ്ങോട്ടേക്ക് വരുമല്ലോ, സ്വാഭാവികം. ആരും വിശ്വസിക്കുന്ന ഒരു കഥയാണ്. പക്ഷെ അതിനും തെളിവൊന്നുമില്ലല്ലോ. എന്തായാലും അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. കാരണം ഇത്രയും ഒരു മോശപ്പെട്ട കാര്യം ചെയ്തിട്ട് പോലും ഒരു നിമിഷം പോലും നിന്നെ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം ആ മനുഷ്യൻ അത്രത്തോളം നിന്നെ സ്നേഹിച്ചിട്ടുണ്ടാവാം. എത്ര നന്നായിട്ടാണ് കെയർ ചെയ്ത് കൊണ്ടുവരുന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിനക്ക് പറയാമായിരുന്നു ഒരു വാക്ക്, പറഞ്ഞിട്ട് പോവുകയായിരുന്നു ഇതിനും കുറച്ചുകൂടി അന്തസ്.